ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ UAE-യിലാണെങ്കിൽ ഓരോ വീക്കെൻഡിലാണല്ലോ ഓണാഘോഷം ഉണ്ടാവുക. അങ്ങനെ അത് നീണ്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെയൊക്കെ ഈ ഓണാഘോഷങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. നാട്ടിൽ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓണപരിപാടിയിൽ ഞാൻ പൂക്കള മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ 6 മണിക്ക് തന്നെ റൂമിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെയൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ 1-2 പേര്, ഒരു 18 ടീമോളം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പൂക്കളം ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഒരുപാട് വർഷമായി ഇപ്പോൾ പൂക്കളമൊന്നും ഇടാത്തത്. കാരണം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പൂക്കളം ഇടാനുള്ള അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓണാഘോഷത്തിന് പൂക്കളം ഇടാൻ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും വരാം. ഞാൻ ചാടി ഇറങ്ങി അങ്ങനെ പോയി. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇടുന്ന ഒരു ഡിസൈനായിരുന്നു, എപ്പോഴും കാണുന്ന ഒരു ഡിസൈനായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ ടൈം 6:30 മുതൽ 9 വരെയാണ് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ നിലം കാണാത്ത വിധത്തിലൊക്കെ ഫില്ല് ചെയ്തിടണമല്ലോ, അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തു. പിന്നെ നിലത്ത് കളം വരയ്ക്കുകയല്ല, ഒരു ബോർഡാണ്, എല്ലാവർക്കും ഒരു ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോർഡിനൊരു അളവും ഉണ്ടാകും. ആ ഒരു ബോർഡിൽ വരച്ചിട്ട് വേണം ഇടാനായിട്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടോടെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്, കാരണം ഓണ പ്രോഗ്രാമാണല്ലോ, അതുകൊണ്ട് തന്നെ സെറ്റ് സാരിയൊക്കെ ഇടണം. അപ്പോൾ പൂക്കള മത്സരത്തിന് വരുമ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഇടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ സാരി ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചുരിദാർ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റ് മുണ്ടൊക്കെ ഇട്ടിട്ട് വരാനായിട്ട്. അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് നെക്സ്റ്റ് പെർഫോം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ റെഡിയാക്കി നിർത്തുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു 3 ഡാൻസോളം ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. മ്യൂസിക് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. അതുമാത്രമല്ല 18 ടീമിൻ്റെ ഇതേപോലത്തെ ഡാൻസും പാട്ടും ഒക്കെ പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പൂക്കളം ഇട്ട സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെയുള്ള പൂക്കളങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓരോ പൂക്കളം കാണുമ്പോഴായിരിക്കും ഇതിനായിരിക്കും പ്രൈസ് കിട്ടുക. അത്രയ്ക്ക് നന്നായിട്ട് ഓരോ ടീമും ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഞങ്ങൾക്കല്ല കേട്ടോ കിട്ടിയത്, അത് വേറെ ഒരു ടീമിനാണ്. അത് ഏതായിരുന്നു എന്നോട് മറന്നുപോയി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങളുടെ ടൈം ഓരോരുത്തർക്കും ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണം, കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ടൈമാണ് തരിക. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് വിഭവങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. പായസം കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ട് തന്നെ 2 കൂടി മിക്സ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ ആണെങ്കിൽ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ 18 ടീമും കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഗാനമേളയായിരുന്നു. അതിന് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഇതിനുശേഷം DJയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനൊന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പ്രോഗ്രാം. 10 മണിയല്ല, അതിനുശേഷം DJയും ഉണ്ട്. അതിനൊന്നും അത്രയും വലിയ പ്രോഗ്രാം ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ഒരു ഓണാഘോഷമായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.